എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഈ സംഘപരിവാർ ഭീഷണി രാജ്യത്തെ ഹിന്ദുത്വ ഭരണകൂട ഭീകരതയാണ് വ്യക്തമാക്കുന്നതെന്ന് ഇപ്പോൾ സിപിഎം PB കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രകാശ് കാരാട്ടിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. യെസ്, പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ നിലപാട് കൂടെ വ്യക്തമാക്കുകയാണ്. ഏത് രീതിയിലാണ് കലാസൃഷ്ടികൾക്ക് നേരെ RSS കടന്നാക്രമണം നടത്തുന്നത്, അതിനെയൊക്കെ ചെറുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മുടെ ദില്ലി റിപ്പോർട്ടർ CB ജോസഫിനോട് പ്രകാശ് കാരാട്ട്. കേന്ദ്ര സ്ഥാപനമായ സെൻസർ ബോർഡിനെ പോലും ഇതിനായി കേന്ദ്ര ഏജൻസി കേന്ദ്രം ഉപയോഗിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ കയ്യിലെ പാവകളാക്കി ഇത്തരം സംഭവങ്ങളെയൊക്കെ മാറ്റുന്ന കേന്ദ്ര ഏജൻസികളെ ആയാലും സെൻസർ ബോർഡിനെ അടക്കം കേന്ദ്രത്തിൻ്റെ കയ്യിലെ പാവകളാക്കി മാറ്റുന്നു എന്നാണ് പ്രകാശ് കാരാട്ട് വിമർശനം ഉയർത്തുന്നത്. This is precisely what we say when we say there is a Hindutva authoritarianism in the country. That is, state power is used to advance what is the Hindutva agenda, and state power is used to suppress what is considered to be alien or inimical to what RSS and the Hindutva forces believe. So this is a blatant use of state machinery, because the threat to review the census certificate is done by it's a central body, it's a central institution. So our party is again and again stressing that united mobilization and fight is required from the ground level itself, and not wait for some election to come. CB ജോസഫ് കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വർഷ, ഗുഡ് ഈവനിങ് കേരളത്തിനൊപ്പം. CB, ഗുഡ് ഈവനിങ്. വിനീഷ, വർഷ, ഗുഡ് ഈവനിങ്. എന്താണ് പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നത്? പ്രധാനമായും കേരളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ, എമ്പുരാൻ എന്ന സിനിമ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നു എന്നൊരു ഭീതി നിലനിർത്താൻ RSS ശ്രമിക്കുന്നു. ഓർഗനൈസർ അതിനെതിരെ വലിയ രീതിയിലുള്ള ലേഖനങ്ങൾ, 1-ാം പതിപ്പ്, 2-ാം പതിപ്പ്, 3-ാം പതിപ്പ്, ഏറ്റവും ഒടുവിൽ 4-ാം പതിപ്പിൽ വരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൃത്യമായി ഓരോ സിനിമയെ കോർണർ ചെയ്യിക്കാനുള്ള RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട ഭിന്നിപ്പിക്കാനുള്ള, തങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ വിമർശനം ഉയർത്തുന്നവരുടെ നാവടയ്ക്കുക, കൊന്നുകളയുക എന്നുള്ള നിലപാട് തുറന്ന് പ്രഖ്യാപിക്കുന്നവരാണ് RSS. ആ രീതിയിൽ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നത്? വിനീഷ, 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയുള്ള പ്രത്യേകമായ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ എമ്പുരാൻ സിനിമയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ രാജ്യത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള RSSൻ്റെ കടന്നുകയറ്റം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ പ്രധാനമായും ഈ രാജ്യത്തെ ഹിന്ദുത്വ അജണ്ടയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭരണകൂട ഭീകരതയാണ് ഇതിൽ വ്യക്തമാകുന്നതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനും വളർത്താനുമുള്ള ശ്രമം നടത്തുന്നു. ഇതിനുവേണ്ടി കേന്ദ്ര സ്ഥാപനങ്ങൾ പോലും കൂട്ടുപിടിക്കുന്നു. പ്രത്യേകിച്ച് സെൻസർ ബോർഡ് അടക്കമെല്ലാം തന്നെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആര് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സിനിമകൾ ആര് കാണണം എന്നെല്ലാം തന്നെയും തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ സെൻസർ ബോർഡിലുള്ള ആളുകളാണെന്ന രീതിയിലെല്ലാം തന്നെയും അല്ലെങ്കിൽ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ തീരുമാനമെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് സെൻസർ ബോർഡിലടക്കം ഈ RSS നോമിനികളാണ് സെൻസർ ബോർഡ് ഉള്ളതെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഈ RSS നോമിനികൾ അടക്കമെല്ലാം തന്നെയും ഈ ഒരു സിനിമ ഏത് രീതിയിൽ കാണണമെന്ന് തീരുമാനിക്കുന്നു. കലാസൃഷ്ടികൾ വിമർശിക്കുന്ന കലാസൃഷ്ടികളെ അവർ എതിർക്കുകയും അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കലാസൃഷ്ടികൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെയും കൃത്യമായി RSSൻ്റെയും ഹിന്ദുത്വ ശക്തികളുടെയും അജണ്ടയാണെന്ന് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എമ്പുരാൻ സിനിമ പോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ അവിടെ ഒരു കൊമേഡിയനായ കുനാൽ ഖാംറ, അദ്ദേഹത്തിനെതിരെ എടുത്ത കേസും ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം അതും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അവിടെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെയെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരു കലാസൃഷ്ടിയിൽ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളെടുത്ത് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള ശ്രമം അവിടെ മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്ന കലാസൃഷ്ടിയെയും കലാകാരന്മാരെയും അടിച്ചമർത്തുകയും അവരെ കേസുകൾ ഉൾപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ഹിന്ദുത്വ അജണ്ടയുടെ ഒരു ഭരണകൂട ഭീകരതയാണെന്നാണ് ഇപ്പോഴത്തെ പ്രകാശ് കാരാട്ട് പ്രതികരിച്ചിരിക്കുന്നത്. വിനീഷ, ശരി, താങ്ക് യു. CB ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.